ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് സെന്റ് ഓഫ് എ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊളി മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡോങ്സെക്കിനെയാണ്. അവൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരേ ഒരു മകനാണ്. അടുത്ത മാസം മുതൽ അബ്രോഡിൽ പോയി പഠിക്കാൻ ഒരുങ്ങുന്ന അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കോളേജിൽ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായിട്ട് കാണുന്നത്. കാണുമ്പോൾ തന്നെ ജിയോണിനെ അവൻ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഡാ അവളാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടി, നമ്മുടെ ചങ്ക് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയതാ, എന്നിട്ട് പോലും അവൾ അവനെ റിജക്ട് ചെയ്തു, നിനക്കെന്തായാലും അവൾ സെറ്റ് ആവാനേ പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോങ്സെക്കിനെ തളർത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ജിയോണിനെ കുറിച്ച് അറിയാനായിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജിയോണിനെ ഒരാൾ ശല്യം ചെയ്യുന്നത് ഡോങ്സെക് കാണുകയാണ്. അവൻ വേഗം തന്നെ ജിയോണിന്റെ അടുത്തേക്ക് പോവുകയും അയാളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട്, ജിയോൺ നീ വേഗം തന്നെ ഇവിടുന്ന് പൊക്കോ, ഇയാളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ജിയോണിനെ വേഗം അവിടെ നിന്നും പറഞ്ഞേക്കുന്നുണ്ട്. എന്നാൽ അത് ശരിക്കും ജിയോണിന്റെ അച്ഛനായിരിക്കും. ആ കാര്യം ഡോങ്സെക്കിന് അറിയത്തില്ല. ജിയോണിന്റെ അമ്മ കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതാണ്. അവളുടെ അച്ഛനും അവളെ ഉപേക്ഷിച്ചതാണ്. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നത് അമ്മയുടെ പേരിലുള്ള സ്വത്തും പണവും കൈക്കലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജിയോൺ വേഗം തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ജിയോൺ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോങ്സെക് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവളോട്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ, എന്റെ പേര് ഡോങ്സെക് എന്നാ, ഇന്നലെ നിനക്ക് വേണ്ടി അടി കൊണ്ടില്ലേ അത് ഞാനാ എന്നൊക്കെ പറയുമ്പോ, നിനക്ക് എന്താ പറ്റിയത്, അയാൾ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ അവൾ തിരികെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഡോങ്സെക്കിന് അത്രയ്ക്കധികം പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഇതിൽ പകുതിയും അവന്റെ ആക്ടിങ് മാത്രമാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഡോക്ടർ എന്നോട് പറഞ്ഞത് 8 ആഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നാ. പക്ഷെ എനിക്ക് തോന്നുന്നത് നീ എന്നെ കെയർ ചെയ്യുകയാണെങ്കിൽ എന്റെ അസുഖം പെട്ടെന്ന് മാറുന്ന. അങ്ങനെ ഡോങ്സെക് അവൻ പറയുന്നതെല്ലാം ജിയോണിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പാവൻ ജിയോൺ അവന് വേണ്ടി ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, അവന് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അവന്റെ കൂടെ മൂവിക്ക് പോകുന്നുണ്ട്. അവൻ പോകാൻ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും അവനെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവന്റെ കള്ളത്തരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ജിയോൺ കണ്ടെത്തുന്നുണ്ട്. അവന്റെ കൈയിനും കഴുത്തിനും ശരിക്കും പരിക്കുകൾ പറ്റിയിട്ടില്ലാന്നും അവളെ ഇഷ്ടമുള്ളത് കൊണ്ടും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞെന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവൾ അവനെ ഒട്ടും വഴക്ക് പറയുന്നില്ല. കാരണം ഈ സമയം കൊണ്ട് തന്നെ അവൾക്കും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ അവർ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവനും അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൻ പഠിക്കാനായി വിദേശത്തേക്ക് പോവുകയാണല്ലോ. അവന് പോകാനുള്ള ഡേറ്റ് അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജിയോണിന്റെ കാര്യം അവൻ വീട്ടിൽ പറയുന്നുണ്ട്. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും അവൻ അവളെ തന്നെ വിവാഹം കഴിക്കണമെന്നും അവന്റെ കൂടെ അവളും കൂടി വന്നാൽ വളരെ നന്നായിരിക്കുമെന്നും എല്ലാം പറയുന്നുണ്ട്. അവന്റെ അച്ഛന് അതൊക്കെ ഓക്കെ ആണെങ്കിലും അവന്റെ അമ്മ ഒട്ടും സമ്മതിക്കുന്നില്ല. അമ്മ കണ്ടുപിടിക്കുന്ന ഒരാളെ മാത്രമാണ് ഡോങ്സെക് വിവാഹം കഴിക്കാൻ പാടുകയുള്ളൂ. കൂടാതെ ഈ പെൺകുട്ടിയെ ഉടനെ തന്നെ മറന്നു കളഞ്ഞേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡോങ്സെക് വിദേശത്തേക്ക് പോകുന്ന കാര്യം ജിയോണിന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആ കാര്യം അറിയുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് നീ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കാര്യം എന്നോട് മുൻപേ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോൾ, ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നത് വളരെ വലിയ തെറ്റാണ്, അതെനിക്കറിയാം. പക്ഷേ നീ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോൾ നിനക്കൊരു വാക്ക് തരികയാണ്. എനിക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും. ആ സമയത്തെല്ലാം നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. കൂടാതെ എന്റെ പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കൊരു നല്ല ജോലിയും കിട്ടും. നമുക്ക് അപ്പോൾ തന്നെ കല്യാണവും കഴിക്കാം. നീ എന്നെ വിശ്വസിക്കണം. നീയല്ലാതെ ഒരാളെ പോലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നീ മാത്രാണ് എന്റെ വൈഫ്. ഞാൻ ഉറപ്പായിട്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. നീ എന്തായാലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഡോങ്സെക് പറയുമ്പോൾ ജിയോൺ ഓക്കെ പറയുകയാണ്.
അങ്ങനെ ഡോങ്സക് പോകുന്നതിന്റെ തലേ ദിവസം അവർ പരസ്പരം കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഗിഫ്റ്റുകളൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഡോങ്സക് ഒരുപാട് നേരം ജിയോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളെ ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ജിയോൺ ആണെങ്കിൽ ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ഡോങ്സക് ഒരുപാട് നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടും ജിയോണിനെ കാണാത്തത് കൊണ്ട് അവളുടെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ ഒരുപാട് പ്രാവശ്യം ജിയോണിനെ വിളിക്കുകയും വാതിലിൽ മുട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവൾ പുറത്തേക്ക് വരുന്നില്ല. ഡോങ്സക് ആണെങ്കിൽ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ വാതിലിന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആയിട്ടും ജിയോൺ അങ്ങോട്ട് എത്തുന്നില്ല. ഇന്നാണ് ഡോങ്സക്കിന് അമേരിക്കയിലേക്ക് പോകേണ്ട ദിവസം. അവൻ അവൾക്കായി കൊണ്ടുവന്നിട്ടുള്ള മോതിരവും അതിനോടൊപ്പം തന്നെ ഒരു കത്തും ആ പാക്കറ്റിൽ ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ പാലുമായി ഒരു ഡെലിവറി ഗേൾ അങ്ങോട്ട് വരികയാണ്. ആ പെൺകുട്ടി ആ റിങ് കാണുമ്പോൾ തന്നെ അത് വേഗം അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ ആ കത്ത് താഴെ വീഴുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ജിയോൺ അങ്ങോട്ട് വരികയും ആ കത്ത് അവൾ കാണുകയും അതെടുത്ത് വായിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. ജിയോൺ താമസിച്ചിരുന്ന ലോഡ്ജ് പൊളിച്ചു മാറ്റാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരുപാട് ആളുകൾ മാറി താമസിക്കുന്നുണ്ട്. ജിയോൺ അടക്കം വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ജിയോൺ ആണെങ്കിൽ ഏത് സമയവും പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവൾക്ക് ഡിസ്റ്റർബൻസ് ആയോണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് നമ്മുടെ പാവപ്പെട്ട ഒരു വാച്ച്മാൻ മുകളിലേക്ക് നടന്നു വരുന്നതായിരിക്കും. പക്ഷെ ജിയോണിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വാച്ച്മാൻ നടന്നു വന്നോണ്ടിരിക്കുമ്പോഴാണ് ചുമരിൽ എന്തോ ഒരു സാധനം പൊങ്ങി നിൽക്കുന്നത് കാണുന്നത്. അത് അമർത്താൻ പോകുമ്പോഴാണെങ്കിൽ പതിയെ അത് ചുരുങ്ങി പോയിട്ടുണ്ടാകും. അയാൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ അതിനടുത്തേക്ക് പോയി സൂക്ഷിച്ചു നോക്കുമ്പോഴായിരിക്കും പിന്നൊന്നും പറയണ്ടല്ലോ, അപ്പൊ തന്നെ അയാളുടെ ബോധവും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ആ ലോഡ്ജിൽ താമസിക്കുന്ന പെൺകുട്ടി പുറത്തു നിന്നും തിരികെ ലോഡ്ജിലേക്ക് തന്നെ വരുന്നുണ്ട്. രാത്രി ആയതിനാൽ തന്നെ ഒരുപാട് പേടിച്ചോണ്ടാണ് അവൾ റൂമിലേക്ക് പോകുന്നത്. പൊക്കോണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഈ കിടക്കുന്ന വാച്ച്മാനെയും. പിന്നെ പറയണ്ടല്ലോ, വേഗം തന്നെ അടുത്ത് കാണുന്ന റൂമിലേക്കും കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ റൂം ചെറുതായിട്ടൊന്ന് തെറ്റുകയാണ്. അവൾ നേരെ പോകുന്നത് കപ്പിൾസിന്റെ മുന്നിലേക്കായിരിക്കും. അങ്ങനെ അവർ 3 പേരും കൂടെ ചേർന്ന് ആ വാച്ച്മാനെ ഹെൽപ്പ് ചെയ്യുകയാണ്. കൃത്യസമയത്ത് തന്നെ പോലീസിനെയും ആംബുലൻസും വിളിച്ചത് കൊണ്ട് അയാൾക്ക് ജീവനും തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസവും ആ ലോഡ്ജിൽ നിന്ന് ഒരാൾ കൂടി പോവുകയാണ്. അപ്പോഴാണ് ആ പോകുന്ന സ്ത്രീ പറയുന്നത്, ഇവിടെ നിന്നും എല്ലാവരും പോകുന്നുണ്ട്, പക്ഷേ 402 റൂമിലെ പെൺകുട്ടി മാത്രം എങ്ങോട്ടും പോകുന്നില്ല. എപ്പോ നോക്കിയാലും പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അവൾ ഇവിടെ നിന്നും പോകുന്നില്ലേ എന്ന് അന്വേഷിക്കാനായി അവളുടെ റൂമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. കുറച്ചു പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ജിയോൺ ഡോർ തുറക്കുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ തന്നെ ജിയോണിന്റെ സമ്മതമില്ലാതെ ആ ഡോർ തുറക്കാനായിട്ട് നോക്കുകയാണ്. പെട്ടെന്നാണ് ജിയോൺ വന്ന് ആ ഡോറിൽ പിടിക്കുന്നത്. ആ സ്ത്രീയാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. നിന്നെ കുറച്ചു കാലങ്ങളായി പുറത്തേക്ക് കാണുന്നില്ലല്ലോ. പക്ഷെ പിയാനോന്റെ സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോഡ്ജിൽ നിന്നും എല്ലാവരും പോവുകയല്ലേ, പക്ഷെ നീ മാത്രം എന്താ പോകാത്തെ? നീ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിയോൺ പറയുന്നുണ്ട്, അവൾ ഇവിടെ തന്നെ താമസിക്കും, ഇവിടെ നിന്നും എങ്ങോട്ടും പോകുന്നില്ലാന്ന്. ആ സ്ത്രീ വീണ്ടും, ഈ ലോഡ്ജ് പൊളിച്ചു മാറ്റി വേറെ പുതിയത് പണിയുകയല്ലേ, അപ്പോ ഇവിടെ നിന്നും എല്ലാവരും പോകണ്ടേ? അതൊക്കെ വിട്ടേക്ക്, ഞാൻ ഉള്ളിലേക്ക് കടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജിയോൺ ആണെങ്കിൽ ആ സ്ത്രീയെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. ആ സ്ത്രീ വീണ്ടും, ഞാൻ ഉള്ളിലേക്ക് കയറിയാൽ നിനക്ക് എന്താ പ്രശ്നം? നിന്റെ വീട് കണ്ടാ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകോ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ജിയോണിനെ ഒരുപാട് ശല്യം ചെയ്യുകയാണ്. അങ്ങനെ സഹിക്കെട്ട് ജിയോൺ ആ സ്ത്രീയോട് ഉള്ളിലേക്ക് കയറാനും പറയുന്നുണ്ട്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരിക്കലും കയറണ്ടായിരുന്നു. ആ സമയത്ത് ആ സ്ത്രീക്ക് മനസ്സിലാവുകയാണ് ജിയോൺ വെറും ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു പ്രേതാണെന്ന്. അവൾ വേഗം തന്നെ കിട്ടിയ ജീവനും കൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചറിയിക്കുന്നുണ്ട്.
6 മാസങ്ങൾക്ക് മുൻപ് ആ ലോഡ്ജിന്റെ പരിസരത്ത് നിന്നും ഒരാളുടെ മൃതശരീരം കിട്ടിയിരുന്നു. അതിനുശേഷമാണ് അവിടെ പ്രേതമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കംപ്ലൈന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ 2 പോലീസുകാർ ഒരുപാട് നേരമായിട്ട് ജിയോണിന്റെ റൂമിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ പോലും അറിയാതെ അവർ കയറിയ സ്റ്റെപ്പുകളാണ് വീണ്ടും വീണ്ടും കയറിയോണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് ആ സ്ത്രീ വരുന്നതും അവർ 3 പേരും കൂടെ ജിയോണിന്റെ റൂമിന്റെ അരികിലേക്ക് പോകുന്നതും. ആ പോലീസുകാർക്ക് ജിയോണിന്റെ റൂം പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ജിയോൺ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അതിലൊരു പോലീസുകാരൻ അതിക്രമിച്ച് അവളുടെ റൂമിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ജിയോൺ അയാളുടെ കഴുത്തിലും പിടിച്ച് ഒരു തള്ളു കൊടുക്കുന്നത്. പക്ഷെ തള്ളിയതല്ല അവിടെ പ്രശ്നമാകുന്നത്, അവളുടെ കൈയിന്റെ നീളമാണ്. അവളുടെ കൈ കാണുമ്പോൾ തന്നെ ആ 2 പോലീസുകാരും വേഗം ഓടി പോകുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ ആണെങ്കിൽ അവിടെ ബോധം കെട്ടതുപോലെ അഭിനയിച്ചു കിടക്കുകയാണ്. ജിയോൺ അവരോട്, നീ എത്ര നേരം വെച്ചിട്ട് അവിടെ കിടക്കുന്നേ? നിനക്ക് ജീവൻ വേണമെങ്കിൽ വേഗം ഓടിപ്പോയിക്കോ. ഇനി എങ്ങാനും എന്നെ ശല്യം ചെയ്യാൻ വരുവാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ നിന്നെ പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ വേഗം തന്നെ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അങ്ങോട്ട് വലിയൊരു പോലീസിന്റെ ടീം തന്നെ എത്തുകയാണ്. അങ്ങനെ അവര് ജിയോണിന്റെ റൂമിന്റെ ഡോറിലെ ഒരു ഓട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ സൗണ്ട് കാരണം നമ്മുടെ ജിയോണിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ ഓട്ടയിലൂടെ തിരിച്ചു കുത്തുകയാണ്. ആ പോലീസുകാരനാണെങ്കിൽ എന്റെ കണ്ണ് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ ശരിക്കും അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി ജിയോണിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആ പോലീസുകാർക്ക് ജിയോണിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സീനിയർ പോലീസിന് മാത്രം ജിയോണിനെ കാണുന്നില്ല. ജിയോൺ അവരോട്, നിങ്ങൾ എന്തിനാണ് എന്റെ റൂമിന്റെ വാതിൽ ഓട്ടുണ്ടാക്കിയത്? പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ വീടിന്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറിയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അതിലൊരു പോലീസുകാരൻ ഒരുപാട് പേടിക്കുകയും അയാളുടെ കൈ തട്ടി ജിയോണും ഡോങ്സക്കും ഒരുമിച്ചുള്ള ഫോട്ടോ താഴത്ത് വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ജിയോണിന്റെ ദേഷ്യം അവൾക്ക് കൺട്രോൾ ചെയ്യാനേ സാധിക്കുന്നില്ല. എല്ലാ പോലീസുകാർക്കും ഒരുപാട് ഇടി കൊടുക്കുകയാണ്. പക്ഷെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ സീനിയർ പോലീസിന് ജിയോണിനെ കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അയാൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഇടിച്ചതിനു ശേഷം ജിയോൺ അവിടെ നിന്നും പോവുകയാണ്. ആ പോലീസുകാർക്കാണെങ്കിൽ ഒരുപാട് പേടിയാകുന്നുണ്ട്. അങ്ങനെ പേടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ആ ക്ലോക്കിന്റെ ഉള്ളിൽ നിന്നും ഒരു കിളി വന്ന് കരയുന്നതും പെട്ടെന്ന് എല്ലാം കൂടി പേടിച്ചോണ്ട് ആകെ ഷൂട്ട് ചെയ്യുന്നതും. പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ജിയോണിന്റെ നേരെ വെടിവെക്കുന്നുണ്ടെങ്കിലും അവളൊരു പ്രേതല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ ദേഹത്ത് തട്ടില്ലല്ലോ. ആ ബുള്ളറ്റ് നേരെ പോയിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരു സ്ത്രീന്റെ ഭർത്താവിന്റെ ബട്ടിലാണ് പോയി കുത്തുന്നത്. അതോടെ അയാളെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. ഇതോടെ പോലീസുകാർക്ക് മനസ്സിലാകുന്നുണ്ട് ജിയോണിനെ തളയ്ക്കാൻ അവർക്ക് പറ്റില്ലാന്ന്. അതുകൊണ്ട് തന്നെ 2 മന്ത്രവാദികളെ അങ്ങോട്ട് വരുത്തിക്കുകയാണ്. ആ ഹോട്ടൽ മുതലാളിയോട് സീനിയർ മന്ത്രവാദി പറയുകയാണ്, നിന്റെ ദേഹത്ത് ഒരു പ്രേതം ഇരിക്കുന്നുണ്ട്, വേഗം തന്നെ ഇവളെ വിട്ട് ഒഴിഞ്ഞു പോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ഹോട്ടൽ മുതലാളി ആണെങ്കിൽ മന്ത്രം ചൊല്ലുമ്പോൾ അതിനനുസരിച്ച് ഇളകുന്നൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ആ 2 പോലീസുകാർക്കും ഒരുപാട് പേടിയാവുകയാണ്. പക്ഷെ അതവരുടെ വെറും ഒരു അഭിനയം മാത്രമാണ്. എന്നിട്ട് മന്ത്രവാദിയോട്, എന്റെ ആക്ടിങ് കഴിഞ്ഞു, ഇനി ഞാൻ പോവാട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അതോടെ ആ സീനിയർ മന്ത്രവാദി ഒരുപാട് ചമ്മുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരോട്, നമുക്കിനി ഇവിടെ ഇരിക്കണ്ട, ഇവിടെ മുഴുവൻ പ്രേതങ്ങളാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചോണ്ടുപോവാണ്. ആ സീനിയർ മന്ത്രവാദി കുറച്ചൊക്കെ മണ്ടനാണെങ്കിലും അവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. അങ്ങനെ സീനിയർ മന്ത്രവാദിയും ശിഷ്യനും കൂടി റൂം നമ്പർ 402 പോവാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ തന്നെ ജിയോൺ ഉറങ്ങി പോവുകയാണ്. അതിനുശേഷം അവർ മന്ത്രം ചൊല്ലി ഓരോ റൂമുകളായി തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴാണ് മരിച്ചു കിടക്കുന്ന ജിയോണിനെ അവർ കാണുന്നത്. ഉടനെ തന്നെ ബോഡി അവിടെ നിന്നും മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ആ ബോഡിയുടെ മീതെ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അത് താഴെ വീഴുന്നത്.
സീനിയർ മന്ത്രവാദിയെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ശിഷ്യൻ അതെടുക്കുകയും ചെറുതായിട്ട് തുപ്പലം കൊണ്ട് അത് വീണ്ടും മുട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും പണി കിട്ടുകയാണ്. ശിഷ്യൻ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ മന്ത്രശക്തി എല്ലാം പോയി. ജിയോണിന് ഒരുപാട് ദേഷ്യം വരികയും അവർക്കെതിരെ ഒരുപാട് സാധനങ്ങൾ എറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവരെ കാണാനായിട്ട് പോലീസുകാരും ഹോട്ടൽ മുതലാളിയും അവരുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ആ മന്ത്രവാദി പറയുകയാണ്, ആ പെൺകുട്ടി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അയാൾ വന്നതിന് ശേഷം മാത്രമാണ് അവൾ അവിടെ നിന്നും പോവുകയുള്ളൂന്ന്. അവരാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനാകാതെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ ജിയോണിനെയും അന്വേഷിച്ചുകൊണ്ട് ഡോങ്സക് അങ്ങോട്ട് വരികയാണ്. പക്ഷെ ആ ലോഡ്ജ് അടഞ്ഞു കിടക്കുകയായിരിക്കും. ജിയോണിനെ കുറിച്ചറിയാനായി അവൻ ഉടനെ തന്നെ ആ ഹോട്ടൽ മുതലാളിയുടെ അടുത്തേക്ക് പോവുകയും നിങ്ങൾ ക്ലോസ് ചെയ്തോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഹോട്ടൽ മുതലാളിയാണെങ്കിൽ ആകെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് ഡോങ്സക്കിനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. അവൻ അവരോട് ഈ ലോഡ്ജിൽ താമസിച്ചിരുന്നവർ എങ്ങോട്ടാണ് പോയത്, ഇതെന്തിനാ അടച്ചിട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ലോഡ്ജ് പൊളിക്കാനായിട്ട് പോവുകയാണ്, ഇവിടെ താമസിച്ചിരുന്നവർ ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അവൻ ആരെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയാണ്. പക്ഷെ അവളെ കാണാനായിട്ട് സാധിച്ചില്ലല്ലോ. അതിന്റെ വിഷമത്തിൽ അവൻ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കാണ് ആ ഹോട്ടൽ മുതലാളി പറയുന്നത്, നീ വേണമെങ്കിൽ ഇന്നിവിടെ കിടന്നോ, എന്റെ ഭർത്താവിന്റെ ബട്ടില് ചെറുതായിട്ടൊരു ബുള്ളറ്റ് കയറിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, ഇവിടെ ഇപ്പൊ ആരുമില്ല എന്നൊക്കെ പറയുന്നത്. അത് കേട്ടതും ഡോങ്സക് ഉടനെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരാണെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് ഏത് റൂമിലെ താമസിച്ചിരുന്നേ എന്ന് വെറുതെ ചോദിക്കുകയാണ്. 402 അവന്റെ ഗേൾ ഫ്രണ്ട് താമസിച്ചിരുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സ്ത്രീ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അവനോട് 402 പെൺകുട്ടിയെ കാണാനാണോ നീ വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഡോങ്സക് അവരോട്, നിങ്ങൾക്ക് ജിയോണിനെ അറിയോ, അവൾ എവിടേക്കാണ് പോയത്, അവൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ആ പെൺകുട്ടി മാത്രം ആ ലോഡ്ജിൽ നിന്നും എങ്ങോട്ടും പോയിട്ടില്ല, അവൾ ഇപ്പോഴും റൂം നമ്പർ 402 തന്നെയാണ് ഉള്ളത്, അവൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. അവൾ വെയിറ്റ് ചെയ്യുന്നത് ഡോങ്സക്കിന് വേണ്ടിയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ അത് കേട്ട ഉടനെ തന്നെ ജിയോൺ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ റൂമിനരികിലേക്ക് പോവുകയാണ്.